ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂപോഡ്. നമ്മുടെ +1 ആദ്യത്തെ ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതൊരു കാരണവശാലും മക്കളെ നിങ്ങൾ പഠിക്കാതെ പോവരുത്. കാര്യം എന്തായാലും നിങ്ങൾ നോക്കി പോവേണ്ട. ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ഏറ്റവും സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇയാളെ റൗണ്ട് ഓഫ് ചെയ്യാനാ പറഞ്ഞേ. മക്കളെ, ഇയാളെ റൗണ്ട് ഓഫ് ചെയ്യണം. എങ്ങനെയാ റൗണ്ട് ഓഫ് ചെയ്യണ്ടേ? രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്ന രൂപത്തിൽ റൗണ്ട് ഓഫ് ചെയ്യാൻ. നോക്കൂ, 0.0.0 ഈ രണ്ടാളെ എഴുതി. ഇതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? അതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇല്ല. ഇനി ഞാൻ 5 എഴുതി. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയി? ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അപ്പൊ എനിക്ക് ഒരാളെയും കൂടെ എഴുതാം. ഇയാളെ ഒഴിവാക്കണം, ഇയാളെ റൗണ്ട് ചെയ്യണം. എടാ, 5നെ റൗണ്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യണ്ടേ? തൊട്ടു മുന്നേയുള്ള ഡിജിറ്റ് ഓഡാണോ ഈവൺ ആണോ എന്ന് നോക്കുക. ഇവിടെ ഈവൺ ആണെങ്കിൽ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അത് ഓഡായിരുന്നെങ്കിലോ അതിലേക്ക് 1 ആഡ് ചെയ്ത് അത് ഈവണാക്കി മാറ്റണം. അതാണ് പ്രോസസ്സ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇയാളെ രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്ന രൂപത്തിൽ റൗണ്ട് ചെയ്യാൻ കഴിയുക. നോട്ട് ചെയ്ത് വെക്കണം. ഇതിലിപ്പോ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഇതിലിപ്പോ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി നോക്ക്, 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? NCERTയിൽ ഒരു ടേബിൾ ഉണ്ട്, പ്രഫിക്സുകളും അതിൻ്റെ മൾട്ടിപ്പിളുകളും കണക്ട് ചെയ്യുന്ന ഒരു ടേബിള്. അത് സാവധാനം പഠിച്ചിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് കാരണം ഇങ്ങനെയുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടാണ്. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണ്. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണ്. 1 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻12 മീറ്റർ ആണ്. മറന്നു പോകരുത് കേട്ടോ. 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻10 മീറ്റർ ആണ്. അങ്ങനെ പ്രധാനപ്പെട്ട ഫെംറ്റോ എത്രയാ? 10⁻15 ആണ്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാവുന്നതാ. അത് പഠിക്കാത്ത ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് അത് പഠിച്ചു പോകണം കേട്ടോ മക്കളെ. യെസ്. ഇനി നോക്കൂ, അപ്പൊ ഇത് രണ്ടും, അതായത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന്റെ ഭാഗവും ഈ ടേബിളും ഒന്ന് നോക്കുന്നത് നല്ലതാ. പിന്നെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ. നോക്കൂ നിങ്ങൾ, ഇവിടെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? എയർ തന്നിട്ടുണ്ട്, വാട്ടർ തന്നിട്ടുണ്ട്, ഗോൾഡ് ഉണ്ട്, മഡി വാട്ടർ ഉണ്ട്. ഇവരെന്ത് ചെയ്യാനാ ചോദിച്ചേ? എലമെന്റ്, കോമ്പൗണ്ട്, ഹോമോജീനിയസ്, ഹെറ്ററോജീനിയസ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാനാ. സിമ്പിളാ. നോക്കൂ, എയർ എന്ന് പറഞ്ഞാൽ എന്തിന്റെ എക്സാമ്പിളാടാ? ഒരു ഹോമോജീനിയസ് മിക്സറിന്റെ എക്സാമ്പിളാ. നമ്മുടെ മിക്സറിലുള്ള പാർട്ടിക്കിളുകളൊക്കെ യൂണിഫോം ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതല്ലേ മക്കളെ ഹോമോജീനിയസ്? യെസ്, എയർ ഒരു ഹോമോജീനിയസാ. വാട്ടർ ആരാ? വാട്ടർ ഒരു കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ആണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന പ്യുവർ സബ്സ്റ്റൻസിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആറ്റങ്ങൾ ഉണ്ടെങ്കിലാണ് അതൊരു കോമ്പൗണ്ട് ആയി മാറുക. നോക്കൂ നിങ്ങൾ, ഗോൾഡ് എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി മഡി വാട്ടർ ഒരു ഹെറ്ററോജീനിയസ് മിക്സറിന്റെ എക്സാമ്പിളാ. നമ്മൾ എടുത്തിരിക്കുന്ന മിക്സറിൽ പാർട്ടിക്കിളുകളൊക്കെ നോൺ യൂണിഫോം ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അയാളെയാ നമ്മൾ എന്ത് വിളിക്കുക? ഹെറ്ററോജീനിയസ് മിക്സർ എന്ന് വിളിക്കുക. മറന്നു പോവരുത്. അപ്പൊ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ മക്കൾ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാ. കാര്യം ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇവിടെ കാണിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ, സ്റ്റേറ്റ് ആൻഡ് ഇല്ലസ്ട്രേറ്റ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. മക്കളെ, 5 ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് ആരാണ് പ്രപ്പോസ് ചെയ്തത്? അതായത് സയന്റിസ്റ്റിന്റെ പേരെന്താ? എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തത്? എന്താണ് അതിൻ്റെ എക്സാമ്പിൾ? ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നായി മനസ്സിലാക്കേണ്ടതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ?
മൾട്ടിപ്പിളും ഡെഫിനിറ്റും ആണ് ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ചോദിച്ചത്. ഈ ചോദിച്ചത് ഡെഫിനിറ്റാ. ആരാ ഇത് പ്രപ്പോസ് ചെയ്തത്? അത് ജോസഫ് പ്രോസ്റ്റ് ആണ് പ്രപ്പോസ് ചെയ്തത്. എന്താ ജോസഫ് പ്രോസ്റ്റ് പറയുന്നത്? എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദ സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ്. ഒരു കോമ്പൗണ്ട് മക്കളെ നിങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവന്നാലും അതിലടങ്ങിയിട്ടുള്ള എലമെന്റുകളുടെ വെയിറ്റിന്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, എപ്പോഴും ഫിക്സഡ് ആണ്. നിങ്ങൾ എവിടെ പോയി മക്കളെ വാട്ടർ കൊണ്ടുവന്നാലും അതിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും അല്ലേ ഉണ്ടാവുക. ഇവരുടെ വെയിറ്റിന്റെ പ്രപ്പോർഷൻ 2:16 ആണ്. സിംപ്ലിഫൈ ചെയ്താൽ 1:8 എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ഇത് തന്നെ വേണമെന്നില്ല, ഏത് എക്സാമ്പിളും നിങ്ങൾക്ക് എടുക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്ന് കൊണ്ടുവന്നാലും 1 കാർബണും 2 ഓക്സിജനും അല്ലേ ഉണ്ടാവുക. ഇവരുടെ മാസ് എങ്ങനെയാ? 12:32 ആണ്. എങ്ങനെയാ സിംപ്ലിഫൈ ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 3:8 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പൊ ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയ എലമെന്റുകളുടെ വെയിറ്റിന്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, എപ്പോഴും ഫിക്സഡ് ആണ്, എപ്പോഴും ഡെഫിനിറ്റ് ആണ്. അതാണ് എന്ത് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് എന്ത്? മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. എപ്പോഴും ചോദിക്കാറുണ്ട്. ആരാ മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പ്രപ്പോസ് ചെയ്തത്? അത് നമ്മുടെ ജോൺ ഡാൾട്ടൺ ആണ്. ഡാൾട്ടൺ എന്താ മക്കളെ പറയുന്നത്? ഡാൾട്ടൺ എന്താ പറയുന്നത്? ഇഫ് 2 elements can combine to form more than 1 compound, അല്ലേ, 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്താ അദ്ദേഹം പറയുന്നത്? ദ മാസ് ഓഫ് 1 element that combined with a fixed mass of other element are in the ratios of small whole numbers എന്ന. അതായത് 2 എലമെന്റ് കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുമ്പോൾ അവിടെ ഫിക്സ്ഡ് മാസ് ഉള്ള എലമെന്റുമായി കമ്പൈൻ ചെയ്ത എലമെന്റിന്റെ മാസുകൾ തമ്മിൽ സ്മോൾ വോൾ നമ്പർ റേഷ്യോ ആണ് ഉണ്ടാവുക. കൃത്യമായിട്ട് പഠിക്കണം. ഇതുവരെ പഠിക്കാത്ത ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഇത് കാണുന്ന സമയത്ത് സർ ഇത് ഒരുപാടുണ്ടല്ലോ, സർ ഇത് ബുദ്ധിമുട്ടാണല്ലോ, സർ ഇത് പ്രശ്നമാണല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ഈ ചാപ്റ്ററിന്റെ ലൈവ് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. നമ്മുടെ ചാനലിൽ ആ ലൈവ് കിടക്കുന്നുണ്ട്. നിങ്ങൾ പോയി അത് കാണണം, അത് പഠിക്കണം. ഇത് നിങ്ങൾ എത്ര സമയമെടുത്തിട്ടാണോ മക്കളെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നത് അത്രയും സമയം നിങ്ങൾ എടുത്തോ. പക്ഷെ പഠിക്കൽ നിർബന്ധമാണ്. കാര്യം എക്സാമിന് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആയത്. നോക്കൂ, നിങ്ങൾ എക്സാമ്പിൾ പറയാം. ഹൈഡ്രജൻ അല്ലേ, ഇല്ലസ്ട്രേറ്റ് ചെയ്യാനല്ലേ പറഞ്ഞ. അപ്പൊ എക്സാമ്പിൾ വേണം. ഹൈഡ്രജൻ ആരുമായി കമ്പൈൻ ചെയ്യുന്നു? ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്നു. അല്ലെങ്കിൽ കാർബൺ ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്നു. അല്ലെങ്കിൽ നൈട്രജൻ ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുന്നു. അതൊക്കെ എക്സാമ്പിളാ. ഹൈഡ്രജൻ ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുമ്പോൾ 2 കോമ്പൗണ്ട് ഉണ്ടാവുന്നുണ്ട്. ആരൊക്കെയാ? വാട്ടർ ഉണ്ടാവുന്നുണ്ട്, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. 2 എണ്ണത്തിലും ഹൈഡ്രജന്റെ മാസ് ഫിക്സഡ് ആണ്. എങ്കിൽ ഫിക്സഡ് മാസ് ഉള്ള ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്ത എലമെന്റ് ആരാ? അത് ഓക്സിജൻ ആണ്. അയാളുടെ മാസുകൾ തമ്മിൽ സ്മോൾ വോൾ നമ്പർ റേഷ്യോ ആണ്. ഇവിടെ 1 ഓക്സിജൻ ആണ്, ഇവിടെ 2 ഓക്സിജൻ ആണ്. അവരുടെ മാസ് 16:32 ആ. അത് സിംപ്ലിഫൈ ചെയ്താൽ സ്മോൾ വോൾ നമ്പർ റേഷ്യോ നമുക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് 1:2 കിട്ടുന്നുണ്ട്. കിട്ടിയോ മക്കളെ? അതായത് 2 എലമെന്റുകൾ കൂടി ചേർന്ന് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവുമ്പോൾ ഫിക്സ്ഡ് മാസ് ഉള്ള എലമെന്റുമായി കമ്പൈൻ ചെയ്ത എലമെന്റിന്റെ മാസുകൾ തമ്മിൽ സ്മോൾ വോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഇതാണ് ആര് പറയുന്നത്? ജോൺ ഡാൾട്ടൺ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിലൂടെ പറയുന്നത്. അപ്പൊ ഡിഫൈൻ ചെയ്യാൻ പഠിക്ക്, സയന്റിസ്റ്റിന്റെ പേര് പഠിക്ക്, എക്സാമ്പിൾ പഠിക്ക്. നിർബന്ധമാണിത്, നിർബന്ധമായി പഠിച്ചേ പറ്റൂ. റെഡി? യെസ്. അപ്പൊ ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്കൂ നിങ്ങൾ, നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസന്റ് ഇൻ 5 moles ഓഫ് ഗ്ലൂക്കോസ്. നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം, നമ്പർ ഓഫ് മോൾസ് കാണാൻ, നമ്പർ ഓഫ് മോളിക്യൂൾസിലേക്ക് എത്താൻ, നമ്പർ ഓഫ് ആറ്റംസിലേക്ക് എത്താൻ എന്താ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞതാണ്. എങ്ങനെയാ നമ്പർ ഓഫ് മോൾസ് കാണാ? ഇവിടെ കാണേണ്ടതില്ല. കാര്യം ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നെ 5 മോൾ എന്ന് തന്നിട്ടുണ്ട്. ചോദ്യം എന്താ? നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം കാണാൻ. എങ്ങനെ കാണാ? നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ്. ഓക്സിജൻ ആറ്റങ്ങളുടെ നമ്പർ കാണാൻ ആദ്യം തന്നെ നമ്പർ ഓഫ് മോൾസ് കാണണം.
പിന്നെ അതിനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അതെന്തായി? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയി. ആ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് ആറ്റംസ് ആയി. മക്കള് പറ നമ്പർ ഓഫ് മോൾസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? എത്രയാ? 5 മോളാണ്. 5 മോളാണ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. ഈ ഗ്ലൂക്കോസിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 6 ഓക്സിജൻ ആറ്റം ആണ്. അപ്പൊ 6 ഇൻറ്റു 5 30 ആണ് അല്ലേ? 30 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ 30 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് എഴുതാം, കുഴപ്പമില്ല. പക്ഷെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത്ര എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്നുള്ളതാ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ തന്നത് ഇത് കാണാതെ പഠിക്കാനല്ല, മറിച്ച് എന്താ? നമ്പർ ഓഫ് മോൾസ് കാണാൻ, അതിൽ നിന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസിലേക്ക് എത്താൻ, അതിൽ നിന്ന് നമ്പർ ഓഫ് ആറ്റത്തിലേക്ക് എത്താൻ കൃത്യമായ ഐഡിയ നമുക്കുണ്ടാവണം, കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാ. കിട്ടിയോടാ മക്കളെ? യെസ്, ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ്, കൃത്യമായി ഞാൻ പറഞ്ഞതാ. എംപിരിക്കൽ ഫോർമുല എന്താ, മോളിക്കുലാർ ഫോർമുല എന്താ, അത് തമ്മിലുള്ള റിലേഷൻ എന്താ, ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാ സോൾവ് ചെയ്യുക, ഇത് പഠിച്ചേ പറ്റൂ. ഫുൾ മാർക്ക് ആഗ്രഹിക്കുന്നതിൻ്റെ എല്ലാ മക്കളും അത് പഠിച്ചേ പറ്റൂ. കാര്യം എക്സാമിന് എപ്പോഴും വരുന്നതാ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ 4.07 ഹൈഡ്രജൻ ഉണ്ട്, 24.27% കാർബൺ ഉണ്ട്, അതേപോലെ 71.65% ക്ലോറിൻ ഉണ്ട്, അതേപോലെ തന്നെ മൊളാർ മാസ് തന്നിട്ടുണ്ട്. എങ്കിൽ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും കാണാനാ സിമ്പിളാ. എംപിരിക്കൽ ഫോർമുല കാണാൻ ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. എന്താണ് ആ പ്രൊസീജിയർ? ആദ്യം തന്നെ എലമെന്റ് എഴുതുക, എലമെന്റ്, പിന്നെ അവരുടെ പെർസെൻറ്റേജ് എഴുതുക, പിന്നെ അവരുടെ അറ്റോമിക് മാസ് എഴുതുക, പിന്നെ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ സിമ്പിൾ റേഷ്യോ കാണേണ്ടതായിട്ടുണ്ട്. ആ റേഷ്യോ വോൾ നമ്പർ അല്ലെങ്കിൽ വോൾ നമ്പർ റേഷ്യോ ആക്കി മാറ്റേണ്ടതുണ്ട്. ഈ പ്രൊസീജിയറിലൂടെ നമ്മൾ കടന്നുപോയേ പറ്റൂ. നമുക്ക് കടന്നു പോവാം. എന്താ ബുദ്ധിമുട്ട്? നോക്കൂ നിങ്ങൾ മക്കളെ, ശ്രദ്ധിച്ചു നോക്കണേ. എലമെന്റ് ആരൊക്കെയാ? ഒരു എലമെന്റ് ഹൈഡ്രജൻ ആണ്. അത് എത്ര പെർസെൻറ്റേജാ? 4.07%. പിന്നെ ഒരു എലമെന്റ് കാർബൺ ആണ്. അത് എത്ര പെർസെൻറ്റേജാ? 24.27% ആണ്. മറ്റൊരാൾ ആരാ? ക്ലോറിൻ ആണ്. എത്രയാ ക്ലോറിൻ ഉള്ളത്? 71.65% ആണ്. ഇതാദ്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി എന്താ? അറ്റോമിക് മാസ് ഹൈഡ്രജൻ 1 ആണ്, അതേപോലെ തന്നെ കാർബൺ 12 ആണ്, ക്ലോറിൻ 35.5 അറിയണം. ഇനി പെർസെൻറ്റേജ് എത്രയാ? 4.07 ഡിവൈഡഡ് ബൈ 1, ദാറ്റ് ഇസ് 4.07. ഞാൻ 4.0 എന്ന് എഴുതുന്നുള്ളൂ, അത്ര മതി. ഇനി ഇവിടെ എന്താടാ? 24.27 ഡിവൈഡഡ് ബൈ 12 നിങ്ങൾ ചെയ്താൽ 2.0 സംതിങ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി 71.65 ഡിവൈഡഡ് ബൈ 35.5 ചെയ്താൽ ഇവിടെയും 2.0 സംതിങ് ആണ് കിട്ടുക. അപ്പൊ നമുക്ക് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് കിട്ടി. ഇനി എങ്ങനെയാ സിമ്പിൾ റേഷ്യോ കാണാ? ഇതിൽ ഏതാണോ ചെറിയ നമ്പർ അതുകൊണ്ട് കോമൺ ആയിട്ട് എല്ലാവരെയും ഡിവൈഡ് ചെയ്യുക. ഇവിടെ 4.0 ഡിവൈഡഡ് ബൈ 2.0, that means 4/2, that is equal to 2. ഇവിടെ 2/2, that is equal to 2. ഇവിടെ 2/2, that is 2/2 is equal to 1 അല്ലേ? 2/2, that is equal to 1. ഇവിടെയും 1. റെഡി? ഇനി നോക്ക്, ഇത് ഓൾറെഡി വോൾ നമ്പറാ. അപ്പൊ അങ്ങനെ തന്നെ അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് എംപിരിക്കൽ ഫോർമുല കിട്ടി. കാർബൺ എത്ര എണ്ണ ഉള്ളത്? 1. ഹൈഡ്രജൻ എത്ര എണ്ണ ഉള്ളത്? 2. ക്ലോറിൻ എത്ര എണ്ണ ഉള്ളത്? 1. അപ്പൊ CH2Cl. ഇതാണ് എന്ത്?
എംപിരിക്കൽ ഫോർമുല. നമുക്കറിയില്ലേ മക്കളെ, എംപിരിക്കൽ ഫോർമുലനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മോളിക്കുലാർ ഫോർമുലയായി. അപ്പൊ എന്ത് കാണണം? n കാണണം. n എങ്ങനെ കാണുക? n കാണാൻ മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളാർ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 98.96 ആണ്. എംപിരിക്കൽ ഫോർമുല മാസ് എങ്ങനെ കാണുക? കാർബൺ 12 ഉണ്ട്, ഹൈഡ്രജൻ 2, ക്ലോറിൻ 35.5, ആഡ് ചെയ്താൽ 49.5 അല്ലേ കിട്ടുക? യെസ്, 49.5. അപ്പൊ 49.5 നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.99 സംതിങ് ആണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു റൗണ്ട് ചെയ്ത് 2 ആയിട്ട് എടുക്കാം അല്ലേ? അപ്പൊ n 2 ആ. ഇനി മക്കളെ നമുക്കറിയാം എങ്ങനെയാ മോളിക്കുലാർ ഫോർമുല കാണുക. എംപിരിക്കൽ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. എന്താ അത്? CH2Cl. മക്കളെ, എംപിരിക്കൽ ഫോർമുലനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. n 2 ആ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ C2H4Cl2. ഇങ്ങനെയാ നമ്മൾ എന്ത് ചെയ്യുക? മോളിക്കുലാർ ഫോർമുല കാണുക. മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയിട്ടുള്ള ഡിഫറെന്റ് എലമെന്റുകളുടെ എക്സാക്ട് നമ്പർ തരുന്ന ഫോർമുലയാണെങ്കിൽ, എംപിരിക്കൽ ഫോർമുല ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയിട്ടുള്ള ഡിഫറെന്റ് എലമെന്റുകളുടെ സിംപ്ലസ്റ്റ് റേഷ്യോ തരുന്ന ഫോർമുലയാ. ഇതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇത് കാണുന്ന എൻ്റെ മക്കൾ ആരെങ്കിലും ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കണം. വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അത് പോയി കാണണം. ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് 3 മാർക്കിനാണ് ചോദിക്കുക. ഈ 3 മാർക്ക് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് നിർബന്ധമായി പഠിക്കണം എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോവാം നമുക്ക്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് 32 gram of methane and 32 gram of O2. Identify limiting reagent. Stoichiometric calculation ഭാഗത്ത് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ആ പ്രോബ്ലംസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് മക്കളെ. നോക്കൂ നിങ്ങൾ, ഇവിടെ മീത്തേനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നതല്ലേ. ആദ്യം തന്നെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക. മീത്തേനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് എന്താ ഫോം ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവും. ഇത് ബാലൻസ്ഡ് അല്ലേ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഇത് ബാലൻസ്ഡ് അല്ലേ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഇത് ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം 16 ഗ്രാം മീത്തേന് 32 × 64 ഗ്രാം ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുമ്പോൾ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡും 36 ഗ്രാം വാട്ടറുമാണ് ഉണ്ടാവുക. എന്നാൽ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത് എന്ന് നോക്ക്. 64 ഗ്രാം O2 ഉണ്ടോ? ഇല്ല, 32 ഗ്രാം. അതായത് 64 വേണം ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം, പക്ഷെ 32 തന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ പറ, ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം 64 ഗ്രാം ഓക്സിജൻ വേണം, പക്ഷെ ക്വസ്റ്റ്യനിൽ അതിന്റെ പകുതിയേ ഉള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുക? ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 8 ഗ്രാം മീത്തേനുമായി റിയാക്ട് ചെയ്ത് ഇതിന്റെ പകുതി 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡും ഇതിന്റെ പകുതി 18 ഗ്രാം വാട്ടറും ഉണ്ടാവും. അതാണ് സംഭവിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ, 32 ഗ്രാം ഓക്സിജൻ 32 ഗ്രാം മീത്തേനുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവുക. എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നതാണ് ചോദ്യം. 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ഒരു കാര്യം നോക്കൂ, ക്വസ്റ്റ്യനിൽ എന്താ തന്നത്? ക്വസ്റ്റ്യനിൽ 32 ഗ്രാം മീത്തേന് തന്നിട്ടുണ്ട്, 32 ഗ്രാം ഓക്സിജൻ തന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? 32 ഗ്രാം മീത്തേന് തന്നിട്ടുണ്ടെങ്കിലും 8 ഗ്രാം മീത്തേനെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുള്ളൂ. അപ്പൊ ബാക്കി മീത്തേൻ അവിടെ ഉണ്ട്. അപ്പൊ റിയാക്ഷൻ കഴിഞ്ഞാലും മീത്തേൻ അവിടെ ബാക്കിയാ, എക്സസ് ആണ്. അയാളെ വിളിക്കുന്ന പേര് എക്സസ് റിയേജന്റ് എന്നാണ്. അയാളെ വിളിക്കുന്ന പേര് എക്സസ് റിയേജന്റ് എന്നാണ്. മക്കൾ മനസ്സിലാക്ക്. എന്നാൽ 32 ഗ്രാം ഓക്സിജനെ തന്നിട്ടുള്ളൂ. ആ 32ഉം റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് പങ്കെടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, അയാളെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കുക. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വിളിക്കുക. അപ്പൊ ആരാ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സംശയിക്കാതെ പറഞ്ഞോ, ഓക്സിജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് പങ്കെടുക്കുന്ന, കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യപ്പെടുന്ന റിയേജന്റ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. മറന്നു കളയരുത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാം. പക്ഷെ എന്താ അറിയോ, പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഞാൻ കംപ്ലീറ്റ് പഠിച്ചു, ഞാൻ അടിപൊളിയാന്ന് പറഞ്ഞ് നിൽക്കരുത്. പരമാവധി ക്വസ്റ്റ്യൻസ് മക്കൾ പ്രാക്ടീസ് ചെയ്യണം. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോ, ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചോ, ഞാനത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, യെസ്. ഇനി നോക്കണം അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്റ്റിംഗ്വിഷ് മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. ഡെഫിനിഷനും ഇക്വേഷനും പഠിക്കണം എന്ന് പറഞ്ഞതാ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ. 1 liter സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെ മൊളാരിറ്റി എന്ന് വിളിക്കുക. എന്നാൽ 1 kilogram സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെ നമ്മൾ മൊളാലിറ്റി എന്ന് വിളിക്കുക. കൃത്യമായിട്ട് അറിയണം. ഇനി ഇതിൽ ആരാ മക്കളെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുക? നമ്മൾ കൃത്യമായി പഠിച്ചതാണ്. ടെമ്പറേച്ചർ കൂടുമ്പം വോളിയം കൂടും, മൊളാരിറ്റി കുറയും. ടെമ്പറേച്ചർ കൂടുമ്പോൾ മൊളാരിറ്റി കുറയുന്നുണ്ട്. അപ്പൊ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊളാരിറ്റിയാ, മൊളാലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി പ്രോബ്ലം ചോദിക്കാം. നോക്കൂ നിങ്ങൾ, കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി. മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാ ചോദ്യം. മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താടാ? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ. നോക്കൂ നിങ്ങൾ, ഗിവൺ മാസ് എത്രയാ? 10 gram ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ NaOHന്റെ മോളാർ മാസ് എത്രയാ? സോഡിയം 23, ഓക്സിജൻ 16, ഹൈഡ്രജൻ 1. ആഡ് ചെയ്താൽ 40 ആ കിട്ടുക. സോ ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റർ എത്രയാടാ? 500 ആണ്. 500 ആണ് അല്ലേ? അപ്പൊ നമുക്കിതിങ്ങനെ ക്യാൻസൽ ചെയ്തൂടെടാ? ക്യാൻസൽ ചെയ്യാം. അപ്പൊ 10 ബൈ എത്ര കിട്ടുക? 20 ആണ് അല്ലേ? അല്ലേ? ആണോ മക്കളെ? ആണല്ലോ. ബാക്കിയൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലേടാ? സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ 0.5 മൊളാറാണ് ആൻസർ കിട്ടുക. അല്ലെ മോൾ പെർ ലിറ്റർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മോളാർ ക്യാപിറ്റൽ എം കൊടുക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഓണപ്പരീക്ഷയ്ക്ക് നമ്മൾ കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞുള്ള എക്സാമിന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ പഠിക്കുക എന്നുള്ളതല്ല. ഇവിടെ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളുണ്ടല്ലോ, മൊളാരിറ്റി, മൊളാലിറ്റി, അതേപോലെ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷനും ലിമിറ്റിംഗ് റിയേജന്റും, അതേപോലെ തന്നെ മോൾ കോൺസെപ്റ്റിൽ നമ്പർ ഓഫ് മോൾസും മോളിക്യൂൾസും ആറ്റംസും കാണുന്നത്, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, എംപിരിക്കൽ ഫോർമുല, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെ നീറ്റായി നിങ്ങൾ പഠിച്ചാൽ ഈ ചാപ്റ്റർ സേഫ് ആണ് എന്ന് പറയാം എന്നുള്ളതാ. പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, ഞാനത് ക്ലിയർ ചെയ്ത് തരും. ഒരു കൺഫ്യൂഷനും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. റെഡി? കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എല്ലാ ചാപ്റ്ററും നമ്മൾ ഇതേപോലെ കവർ ചെയ്യും. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്യും കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.